പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്തൊരു ദൈവത്തെ അന്വേഷിക്കുന്നവരും അല്ല പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം എൻ്റെ യേശുവിനെ എപ്പോഴും അടുത്തറിയുവാൻ തക്കവണ്ണം നമ്മൾ ആകാംക്ഷയോടെ അന്വേഷിക്കുക. അന്വേഷിപ്പിൻ, കണ്ടെത്തും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അവൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. ദാഹിക്കുന്നവൻ എന്ത് ചെയ്യണം? എൻ്റെ അടുക്കൽ വരണം. പിന്നെ എന്ത് ചെയ്യണം? അവൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. ഇപ്പൊ വന്നാ പോകാൻ എത്ര പേര് റെഡിയാ? സന്തോഷം. പ്രത്യാശയോടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ കർത്താവിന്റെ വചനം എടുത്തു കഴിഞ്ഞു ഒരു ടോപ്പിക്ക് മാത്രം പരിശുദ്ധാത്മാവ് പറഞ്ഞ് അന്നേരം എടുത്തു. പ്രൈസ് ലോർഡ്. കൃപ. കൃപ എന്നാൽ എന്താണ്? ഗ്രേസ്. വാട്ട് ഇസ് ദ മീനിങ്? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേസ്? അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന നന്മ. അതാണ് പിതാവായ ദൈവം തന്റെ കൃപയിലാണ് ലോകത്തെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. എനിക്ക് ലഭിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്താണ് ജീവിതത്തിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ മോസ്റ്റ് റിലവന്റ് ഓർ മോസ്റ്റ് ഇമ്പോർട്ടന്റ്? എന്താണ് എനിക്ക് ലഭിച്ച ഏറ്റവും നല്ലതും വലിയതുമായ കൃപ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ കൃപ എനിക്ക് ലഭിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയും, എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത്. ക്രിമിനൽ പുള്ളികൾ ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേസൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാവും. കോടതി ഉത്തരവ് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ഉത്തരവ് അവസാനം പറയും. അപ്പൊ അവസാനം ജഡ്ജി ഒരു വിധി പ്രസ്താവിക്കും, ഒറ്റ സെന്റൻസ്. അത് വളരെ ചെറുകയാ പറയാം. അക്യൂസ്ഡ് അക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതിയെ വെറുതെ വിട്ടിരിക്കും. ഒരു സാധാരണ കോടതിയിലെ ന്യായാധിപനാണ് പറയുന്നത്. പക്ഷെ ശ്രദ്ധിച്ചു നിൽക്കുന്ന പ്രതിക്ക് മനസ്സിലാകും അവന് ജയിലാണോ അതോ വെറുതെ വിടുകയാണോ. അക്യൂസ്ഡ് അക്വിറ്റഡ് എന്നുള്ള ഒറ്റ സെന്റൻസ്, പ്രതിയെ വെറുതെ വിട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, കാൽവരിയാകുന്ന കോടതിയിൽ ഞാൻ കേട്ട ഏറ്റവും ഇമ്പമുള്ളതും ഏറ്റവും ശക്തവുമായ വചനമാണ് അക്യൂസ്ഡ് അക്വിറ്റഡ്. പാപിയായ നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പാപികളായ നിങ്ങളെ വിടുവിച്ചതാണ് എന്റെ യേശു മുഖാന്തരം ലഭിച്ച ഏറ്റവും വലിയ കൃപ. ആ കൃപ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവ് നമുക്ക് തന്നു. ഒന്ന് പത്രോസ് അതിന്റെ 5-ാമത്തെയാണോ? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തക്ക സമയത്ത് സാമ്പത്തികമായിട്ട് അവൻ ഉയർത്തും കേട്ടോ, ഒരു സംശയവുമില്ല. തക്ക സമയത്ത് ആരോഗ്യത്തിൽ അവൻ അഭിവൃദ്ധിപ്പെടും, യാതൊരു സംശയവുമില്ല. തക്ക സമയത്ത് നിങ്ങളെ കുഞ്ഞുങ്ങളെ അവൻ മാനിക്കും, അതിന് ഒരു സംശയവുമില്ല. എന്നാൽ ഒരു തക്ക സമയം, ഒരൊറ്റ പദം അതിനകത്തുണ്ട്. എന്താണ് ഈ തക്ക സമയം? ഈ തക്ക സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ സെക്കൻഡ്സും. തക്ക സമയം കാത്തിരുന്നത് ആരാന്നറിയാമോ? അബ്രഹാം. എത്ര വർഷമാണ് കാത്തിരുന്നത്? 25 വർഷം. ഒരു പീരീഡ് ഉണ്ട്.
അത് വിജുപാസ്റ്റർക്ക് കൊടുക്കുന്ന ടൈം ആയിരിക്കുകയില്ല എനിക്ക് ലഭിക്കുന്നത്, അതായിരിക്കുകയില്ല പ്രൈസ് ലോർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് വളരെ അടുത്തു. പ്രൈസ് ലോർഡ്. ഒരു ചെറിയ ശേഷിപ്പേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടു. ആ ശേഷിപ്പിൽ ജ്ഞാനന്തിയും ഉണ്ടാകണമെങ്കിൽ ദൈവിക മർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം കർത്താവേ എന്റെ മേൽ പകരണമെന്നുള്ള പ്രാർത്ഥന വേണം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകൾ മാത്രമെടുത്ത്, പത്രോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനകൾ മാത്രമെടുത്ത്, യാക്കോബിന്റെ പ്രയർ മാത്രമെടുത്ത്, എന്തിനധികം പറയുന്നു യൂദ പോലും പറയുന്നത് മാത്രമെടുത്ത്, നിങ്ങൾ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ മാത്രമെടുത്ത് വായിച്ചു നോക്ക്. അവരെല്ലാവരും പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, എന്നെ ഉയർത്തണം. എവിടെ വരെ ഉയർത്തണം? ഉയർത്തുന്നതിന്റെ ശക്തി, മീനിങ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പിടിയുള്ളൂ. ഉയർത്തണം, തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. ഈ എങ്ങനെ ഉയർത്തും? എന്താണ് ആ ഉയർച്ച? ഹല്ലേലൂയ. യേശു കർത്താവിലൂടെ ലഭിക്കുന്ന കൃപ ആണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അത് എന്നെ യേശുവിനെ പോലെ ഉയർത്തുവാൻ തക്കമുള്ളതാണ്. കൺഫ്യൂഷനാണ്. 3-ാം അധ്യായം എഫെസ്യ ലേഖനം 6-ാം വാക്യം, ഒരു രഹസ്യം മറഞ്ഞു കിടന്ന ഒരു മർമ്മം അതിങ്ങനെയാണ് പറയുന്നത്. വായിച്ചേ. അതോ ജാതികൾ നമ്മൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശിയാകണം. ഒന്ന്, കൂട്ടവകാശിയാകണം. യേശു ക്രിസ്തുവിന്റെ കൂടെ കൂട്ടവകാശിയാകണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒക്കെ വേണം. ഇവിടെ ഒരു കാറുള്ളതുകൊണ്ടോ 2 നില വീടുള്ളതുകൊണ്ടോ ഒന്നും യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകാൻ പറ്റില്ല. അടുത്തോട് പറഞ്ഞേ, ഒന്ന് കൂട്ടവകാശിയാണ്, 2 ഏക ശരീരസ്ഥരാകണം. കർത്താവ് തലയാകുന്ന വിശുദ്ധ സഭ അതിലെ അവയവമാകണമെങ്കിൽ, ആ ശരീരത്തോട് ചേരണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണം. 3, വാഗ്ദത്തത്തിൽ പങ്കാളിയാകണം. ആരുടെ കൂടെ? ആരോടാ പങ്കാളിയാണത്? എന്റെ കൂടെ പങ്കാളിയാണെന്നല്ലേ അല്ല പറയുന്നത്, യേശുവിന്റെ കൂടെ പങ്കാളിയാണ്. ഇതിനാണ് ആ നിലവാരത്തിലേക്ക് നമ്മളെ നമ്മൾ ഉയരേണ്ടത്. അതായിരിക്കണം, അത് തന്നെ ആകണം നമ്മുടെ പ്രാർത്ഥന. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ തന്നിട്ടുണ്ട്. തക്ക സമയത്ത് മാനിക്കുന്ന ദൈവം, അവൻ യേശുവിനെ പോലെ, യേശുവിന്റെ നമ്മൾ ദുരിതലേഖനം 2 കൊരിന്ത്യൻസ് നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞതും ചിലർ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാണ്. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒരു വിഷയം എന്താണെന്നറിയാമോ? അതേ പ്രതിബിംബമായി മാറും. ഇല്ലേ? അതേ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ എന്നാ? The same as my Lord. എന്റെ യേശുവിനെ പോലെ വിശുദ്ധിയിലൂടെ വളർന്ന് തേജസ് പ്രാപിച്ച് അനുസരണമുള്ളവനായി തന്നെ താൻ താഴ്ത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന 5:2 പറയുന്നുണ്ട്, 2 കൊരിന്ത്യൻസ് വായിക്കണ്ട, നമ്മൾ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ അംബാസഡർ ആണ്. 2 പേജ് അവന്റെ പ്രൈസ് ഗോഡ്. താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്നതാണ്? താഴ്മ ധരിക്കണം. താഴ്മ എന്താണെന്ന് പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ താഴ്മയെ കുറിച്ച് പറയുന്ന അനേകം ഭാവങ്ങളുണ്ട്. അവൻ അധികാരങ്ങളോട് നമ്മൾ കീഴ്പ്പെടുക,
സഭയ്ക്ക് കീഴ്പ്പെടുക, ദൈവദാസൻ കൂടെ ലഭിക്കുന്ന ആലോചനകൾ, മാനുഷിക ആലോചനകളല്ല, ദൈവിക ആലോചനകൾക്ക് കീഴ്പ്പെടുക, ഭർത്താവിന് കീഴ്പ്പെടുക, ഭാര്യ ബഹുമാനിക്കപ്പെടുക. എന്റെ യേശു താഴ്മ ധരിച്ച് തെളിയിച്ചു തന്നതാണ്. താൻ ദൈവമെന്നിരിക്കെ, ഇല്ലേ, 2:9, 2:5 വലത് വായിച്ചു. ഫിലിപ്പിലേഖനം, ദൈവരൂപത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. വേദപുസ്തകത്തിൽ ഏറ്റവും താഴ്ന്നവനായ ഒരുവൻ, ഏറ്റവും ഉയർന്നവനായ ദൈവം ഏറ്റവും താഴ്ന്നവനായി വന്ന് എവിടെ വരെ താന്നു? കാൽവരി ക്രൂശോളം താഴ്ന്നു. ഇതാണ് താഴ്മ. പത്രോസ് 2 പത്രോസിൽ അടുത്ത വചനം വായിച്ചു. തക്ക സമയത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ. പ്രാർത്ഥനാ വിഷയങ്ങൾ അല്പം താമസിച്ചാൽ നിരാശപ്പെടരുത്. പ്രതിയോഗി നിൽപ്പുണ്ട്, അവൻ ആഗ്രഹിക്കുന്നതാ. നമ്മളൊന്ന് നിരാശപ്പെട്ട് കിട്ടിയാൽ അവന് വലിയ ഇഷ്ടമാണ്. നമ്മളൊന്ന് പെറുപെറുക്കാൻ തുടങ്ങിയാൽ അവന് വളരെ ഇഷ്ടമാണ്. അപ്പനോടും അമ്മയോടും ഒക്കെ 2 ഡയലോഗ് പറയാൻ തുടങ്ങിയാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവനാണ്. ഭാര്യയുടെ നേരെ അനാവശ്യമായ ഭർത്താവിന് നേരെ അനാവശ്യ ദൂഷണങ്ങൾ നിങ്ങൾ ആരോട് കൂട്ടുകൂടുകയാണ്? ചുറ്റും നിൽക്കുന്ന പ്രതിയോഗിയായ സിംഹം പോലെ നിൽക്കുന്ന, അലറുന്ന സിംഹം പോലെ നിൽക്കുന്ന പിശാച്. അവൻ വർദ്ധിത യാക്കോബ് ലേഖനം 4-ാം അധ്യായം. ആകയാൽ തക്ക സമയത്തെ 3-ാമത്തെ കാര്യം. ഇപ്പൊ 1-ാമത്തെ എന്നതായിരുന്നു? താഴ്മ ധരിക്കുക. അതിനകത്തെ താഴ്മ ധരിക്കുക. 2-ാമത്തേത് വിശ്വാസത്തിന്റെ പരിശോധന, അതിനകത്തുകളുണ്ട്. 3-ാമത്തേത് ദൈവത്തിന് കീഴടങ്ങുകയും. ദൈവരാജ്യം എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എന്തുള്ളവനായിരിക്കണം? ദൈവത്താൽ ഭരിക്കപ്പെടുന്നവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ് രക്ഷയെ സ്വീകരിക്കുന്നത്. എന്താണ്? യേശുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? യേശുവിനെ എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ, എന്നെ ഭരിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, ഞാൻ ദൈവത്തിന് കീഴടങ്ങപ്പെട്ടവൻ. മനസ്സിലായോ? ദൈവത്തിന് കീഴടങ്ങാൻ പറയുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കും. ഈ രണ്ടും കൂടെ ഒരുപാട് ശരിയാണ്. ഈ വാള് പരിചയം എടുക്കുന്ന എന്തിനാണെന്നറിയോ? വാള് വെട്ടാൻ, പരിച തടുക്കാൻ, തടയാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിട്ടും അവൻ നമ്മളെ വിട്ടും 2 ചാവും. അപ്പൊ 1-ാമത്തെ കാര്യം എന്നാണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനാണ് ദൈവത്തോട് അത് എന്ന് മനസ്സിലാക്കുന്നോ അത് നിങ്ങളുടെ തക്ക സമയം. തക്ക സമയത്ത് എല്ലാം. പ്രിയപ്പെട്ടവരെ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. യേശുവിൽ ഉയർന്നാൽ നീ ലോകത്ത് മാനിക്കപ്പെടും. യേശുവിൽ ഉയർന്നാൽ പിശാച് ഓടിപ്പോകും.
യേശുവിൽ ഉയർന്നാൽ നിന്നെ അവസാന ശ്വാസത്തിലും ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. ജാതിന്റെ തന്ത്രങ്ങളോട് തക്കവണ്ണം ദൈവത്തിന്റെ സർവായുധം ധരിക്കുക. നീ ഉയരുവാൻ തുടങ്ങും. Praise God. ആ ഉയർച്ച എല്ലാ മേഖലകളിലും വരും. Praise God. ഹല്ലേലൂയ. 10 പേരുണ്ടായിരുന്നു ഇല്ലേ? 10 വെർജിൻ ലേഡീസ്. 10 പേരും കന്യകമാരാ, വെർജിൻ ലേഡീസാ. 10 പേരും വിളക്കമുള്ളവരാ. 10 പേർക്ക് എണ്ണ ഉണ്ടായിരുന്നു. 10 പേരും കർത്താവിനെ കാത്തിരുന്നതാ. പഴയ 5 എണ്ണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്താ? എണ്ണ തീർന്നു പോയി. അവര് കേട്ടുകൊണ്ടേയിരുന്നു. ബാക്കി സൂക്ഷിച്ചവർ, ആത്മാവിൽ വളർന്നവർ കർത്താവിന്റെ കൂടെ എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ശേഷിപ്പിനെ എടുക്കുവാനാണ് കർത്താവ് വരുന്നത്. അതിൽ പെടുവാൻ തക്കവണ്ണം എല്ലാവരും എഴുന്നേറ്റതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്തേ. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഹല്ലേലൂയ നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ആ ഒടുവിൽ അവന്റെ അമിത ബലത്തിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം സർവായുധങ്ങൾ വർഗങ്ങളെ ധരിച്ച്